Chapter 5 Organizing. എന്താണ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഓർഗനൈസിംഗ് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് നോക്കാനുള്ളത്. ഓർഗനൈസിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് പീപ്പിൾ ആൻഡ് ഫിസിക്കൽ റിസോഴ്സസ് ടു ക്യാരി ഔട്ട് പ്ലാൻസ് ആൻഡ് അക്കംപ്ലിഷ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. Organizing is concerned with establishing interrelationship among jobs, sections, departments and positions. Organizing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള റിസോഴ്സുകളും വ്യക്തികളെയും ഒക്കെ നല്ല രീതിയിൽ പ്ലാൻസ് അറ്റൈൻ ചെയ്യാനായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ജോലികളിലും പലവിധ സെക്ഷൻസിലും ഡിപ്പാർട്ട്മെന്റ്സിലും പല പൊസിഷൻസിലും ഇരിക്കുന്ന വ്യക്തികളെയും നടക്കുന്ന ആക്ടിവിറ്റീസിനെയും പരസ്പരം ബന്ധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആക്ടിവിറ്റിയാണ്. ഇതെപ്പോഴും കൺസേൺ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ളൊരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയെടുക്കുക, ഒരു ടാസ്ക് നടത്താൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇതിന്റെ ഉദ്ദേശം. സോ തിയോ ഹൈമാൻ വെച്ചിട്ട് ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓർഗനൈസിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് ഡിഫൈനിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ദി എന്റർപ്രൈസ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി റിലേഷൻഷിപ്പ് എമംഗ് ദം. സോ ദാറ്റ് ഈസ് ഓർഗനൈസിംഗ്. ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് ഓർഗനൈസിംഗിൽ വരുന്ന പ്രോസസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്ന് നമുക്ക് നോക്കാം. Organizing involves a series of steps that need to be taken to achieve that desired goal. അതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് മൊത്തം വർക്കിനെ പഠിച്ചിട്ട് കൃത്യമായിട്ട് ഓരോ ആക്ടിവിറ്റീസും എവിടെ ചെയ്യണം, എവിടെ പെർഫോം ചെയ്യണം, ഏത് അറ്റൈൻമെന്റിൽ എത്തണം എന്നുള്ളത് ഡിവിഷൻ ചെയ്യുന്നതിനാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ദെൻ ഈ ഐഡന്റിഫൈഡ് ആയിട്ടുള്ള വർക്കുകൾ വീണ്ടും ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം ഈ ഡിവൈഡ് ചെയ്യപ്പെട്ട ജോബ്സ് വിവിധ ഫങ്ഷൻസിലേക്ക് പോകുന്നു. പ്രൊഡക്ഷനിലേക്കും ഫിനാൻസിംഗിലേക്കും മാർക്കറ്റിംഗിലേക്കും പോകുന്നു. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഓർഗനൈസിംഗ് പ്രോസസ്, ദാറ്റ് ഈസ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. രണ്ടാമത്തെ പോയിന്റ് ആണ് ഡിപ്പാർട്ട്മെന്റേഷൻ എന്ന് പറയുന്നത്. ദി സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ ഓർഗനൈസിംഗ് ഈസ് ടു കമ്പൈൻ ഓർ ഗ്രൂപ്പ് സിമിലർ ഓർ റിലേറ്റഡ് ജോബ്സ് ഇൻടു ലാർജർ ഗ്രൂപ്പ്സ്, ലാർജർ യൂണിറ്റ്സ് കോൾഡ് ഡിപ്പാർട്ട്മെന്റ്സ്, ഡിവിഷൻസ് ഓർ സെക്ഷൻസ്. ദിസ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഈസ് നോൺ ആസ് ഡിപ്പാർട്ട്മെന്റേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ജോബ്, പലവിധപ്പെട്ട ജോലികളുണ്ട്, വലിയ വലിയ യൂണിറ്റുകളുണ്ട്. അതിനെയൊക്കെ കൃത്യമായിട്ട് കമ്പൈൻ ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ഓരോ ഡിവിഷനുകളിലേക്കും ഓരോ സെക്ഷനുകളിലേക്കും കൊടുക്കുന്നു. ഇത്തരത്തിൽ ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനെയാണ് ഡിപ്പാർട്ട്മെന്റേഷൻ എന്ന് പറയുന്ന ടീം ഉപയോഗിച്ച് നമ്മൾ വിളിക്കുന്നത്. തേർഡ് സ്റ്റെപ്പാണ് ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുക എന്നുള്ളത്, അസൈനിങ് ഡ്യൂട്ടീസ്. The next step involves allotment of various activities into different individuals according to their ability. Each one is given a specific job and who is responsible for that execution. അതായത് right man for the right job motto. ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഓരോ അലോട്ട് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും ഓരോ വ്യക്തികളുടെയും കഴിവും അവരുടെ ആറ്റിറ്റ്യൂഡും അനുസരിച്ച് അവരിലേക്ക് ഓരോ ജോലി അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ആ വ്യക്തികളായിരിക്കും അതിനുശേഷം ആ ജോലി ചെയ്തോ ഇല്ലയോ അതിന്റെ എക്സിക്യൂഷൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. സോ ഇവിടെ പറയുന്നതാണ് റൈറ്റ് മാൻ ഫോർ ദ റൈറ്റ് ജോബ്. അതാണ് അസൈനിങ് ഡ്യൂട്ടീസിന്റെ അണ്ടറിൽ വരുന്ന മോട്ടോ. സോ ഈ ആദ്യം നമ്മൾ ഡിവിഷൻ ചെയ്തു, ദെൻ ഡിപ്പാർട്ട്മെന്റേഷൻ ചെയ്തു, ദെൻ ഡ്യൂട്ടീസ് അസൈൻ ചെയ്തു. ഫോർത്ത് സ്റ്റെപ്പാണ് എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. After assigning the duties, appropriate authority is delegated to each individual. Without authority of that person who cannot
carry out that assigned job. Everyone must know what is required to do and who he is accountable. Proper authority structure created to facilitate smooth functioning of the business. എന്താണ് അതിന്റെ അർത്ഥം? എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. ഓരോ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത ശേഷം ഇത് പ്രോപ്പർ ആയിട്ട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണല്ലോ. അപ്പം ഒരു എ ബി സി ഡി ഇങ്ങനെ 4 ലെവലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ എക്കാണ് ഒരു ആക്ടിവിറ്റി കൊടുത്തിരിക്കുന്നെങ്കിൽ അയാൾ ബിയിലും സിയിലും ഒക്കെ ചിലപ്പോൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിരിക്കും വർക്കുകൾ. അപ്പൊ തിരിച്ച് അയാളിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടണം. ആ വ്യക്തി ആയിരിക്കണം അവിടെ അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്. ആ വ്യക്തി ആയിരിക്കണം അവിടെ കൃത്യമായിട്ട് സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ബിസിനസ് നടക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുന്നത്. സോ ദാറ്റ് ഈസ് ദ പോയിന്റ്, എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്സ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിംഗ് ആണ്. അപ്പൊ 5 സ്റ്റെപ്സിന് ശേഷം നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഓർഗനൈസിംഗ് എത്രത്തോളം ഒരു ഓർഗനൈസേഷനിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. സൗണ്ട് ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ ആണ് എഫക്റ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റും ഓർഗനൈസിംഗും. ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് ബെനിഫിറ്റ്സ് ഓഫ് സ്പെഷ്യലൈസേഷൻ. ഓർഗനൈസിംഗ് വർക്ക് എപ്പോഴും സ്പെഷ്യലൈസേഷനിൽ റിലേറ്റഡ് ആണ്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. കാരണം എഫിഷ്യൻസി വരും ഓർഗനൈസിംഗ് നന്നായിട്ട് വരുമ്പോൾ. വർക്കിന്റെ പെർഫോമൻസ് നല്ല സ്പീഡായിരിക്കും. സോ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ് വർക്ക് is very importantly promote specialization, and that specialization leads to the efficiency and speedy performance of task. So benefits of specialization എന്ന് പറഞ്ഞ പോയിന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ process of organizing work divided into different jobs. Similar jobs are grouped into departments. Then ആ ഗ്രൂപ്പ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി അനുസരിച്ചായിരിക്കും. സോ അവിടെ സ്പെഷ്യലൈസേഷൻ വരും. സോ ആ ബെനിഫിറ്റ്സ് ഓഫ് സ്പെഷ്യലൈസേഷൻ നമുക്ക് അവിടെ കയ്യിൽ കിട്ടും ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി അവിടെ നടത്തുമ്പോൾ. സെക്കൻഡ് ഇമ്പോർട്ടൻസ് ആണ് ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്സ്. ഓർഗനൈസിംഗ് ഡിഫൈൻ ഈച്ച് ജോബ് ക്ലിയർലി. അതുപോലെ തന്നെ എന്ത് വർക്കാണ് ഒരാൾ ചെയ്യുന്നത്, ഏത് വർക്കാണ് മറ്റേ വ്യക്തി ചെയ്യുന്നത്, ഇത്തരത്തിൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് വരാതെ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാനും ക്ലാരിറ്റി കൊണ്ടുവരാനും സഹായിക്കും. സോ എപ്പോഴും കൃത്യമായിട്ടുള്ള റോൾ എന്താണ്, ടാസ്ക് എന്താണ്, അതോറിറ്റി എന്താണ്, എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ എടുക്കേണ്ടത്, അപ്പൊ ഈ രീതിയിൽ ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻസ്, ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്സ്. തേർഡ് പോയിന്റ് ആണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. പ്രോപ്പർ ആയിട്ടുള്ള അസൈൻമെന്റ് ഓഫ് ജോബ്സ് നടത്തുമ്പോൾ അവിടെ ഡ്യൂപ്ലിക്കേഷന്റെ ഓവർലാപ്പിംഗ് കുറയും. വർക്ക് റിസൾട്ടുകൾ നന്നായിട്ട് കൂടി ബെറ്റർ ആയിട്ട് വരും. അപ്പൊ വേസ്റ്റേജ് നമ്മൾ മാക്സിമം കുറയ്ക്കണം. ഡ്യൂപ്ലിക്കേഷൻ കുറയ്ക്കുന്നു, വേസ്റ്റേജ് കുറയ്ക്കുന്നു, അൺനെസസറി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ മാറ്റിവെച്ച് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തൊരു ജോലി ചെയ്യുമ്പോൾ വി ക്യാൻ ഒപ്റ്റിമൈസ്ലി യൂട്ടിലൈസ് ദ റിസോഴ്സസ്. മാക്സിമം നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് ഏറ്റവും സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സോ അതാണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് അഡാപ്ഷൻ ഓഫ് ചേഞ്ചസ്. ഒരു പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്ത ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും. അഡ്ജസ്റ്റ്മെന്റുമായിട്ട് കോപ്പറേറ്റ് ചെയ്തായിരിക്കും അത് പോകുന്നത്. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആയിട്ടുള്ള ടെക്നോളജിയിൽ നിന്നും മാർക്കറ്റിൽ നിന്നും പ്രൊഡക്ട്സിൽ നിന്നും ഒക്കെ എപ്പോഴും നമുക്ക് ചേഞ്ചസ് വരാൻ പറ്റും. സോ ഈ ചേഞ്ചസിനെ കോപ്പപ്പ് ചെയ്തുകൊണ്ട് പ്രോപ്പർലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ അഡാപ്ഷൻ ഓഫ് ചേഞ്ചസ് ആണ് ഫോർത്ത് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ ഇൻക്ലൂഡ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ക്ലിയർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ജോബ്സ്. ഓരോ ഡ്യൂട്ടീസും എങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ക്യാരി ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ക്ലിയർ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവത്തില്ല, കൺഫ്യൂഷൻസ് ഉണ്ടാവത്തില്ല, ഓരോ വർക്കിംഗ് റിലേഷൻഷിപ്പിലും ക്ലാരിറ്റി ഉണ്ടാകും, പ്രോപ്പർ ആയിട്ട് ആ വർക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ രീതിയിൽ അഡ്മിനിസ്ട്രേഷൻ എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് അവിടെ ഇൻക്ലൂഡഡ് ആവുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഡെവലപ്പിംഗ് ഓഫ് പേഴ്സണൽ. ഓർഗനൈസേഷൻ എപ്പോഴും ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി അവിടെ കൊണ്ടുവരുമ്പോൾ
മാനേജേഴ്സിൽ കൂടുതൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരും. എങ്ങനെ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരിക? നമ്മൾ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു, താഴോട്ടുള്ള ആൾക്കാർക്ക് ഡെലിഗേറ്റ് ചെയ്ത് അതോറിറ്റി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുന്നു. മാനേജേഴ്സിന്റെ വർക്ക് റിഡ്യൂസ് ചെയ്ത് താഴെയുള്ളവരിലേക്ക് വർക്ക് പോകുമ്പം കൂടുതലായിട്ട് സബോർഡിനേറ്റ്സിന് വർക്ക് ചെയ്യാനും മാനേജേഴ്സിന് കൂടുതൽ തിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ കൊടുക്കണം. അപ്പോൾ സബോർഡിനേറ്റ്സിന് നല്ല ഓപ്പർച്യൂണിറ്റീസും കിട്ടും, മാനേജേഴ്സിന് കൂടുതൽ ടൈമും കിട്ടും പുതിയ മെത്തേഡ്സ് കണ്ടുപിടിക്കാൻ, പുതിയ ടാസ്കുകൾ കണ്ടുപിടിക്കാൻ. ഓക്കെ, സോ അവിടെ ഒരു വ്യക്തിഗതമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണൽ. ദെൻ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. നല്ല ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള ഓർഗനൈസിങ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പാൻഷൻ ആയിരിക്കും അവിടെ നടക്കുക. സോ അതുവഴി പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാനും കൂടുതൽ നല്ല ഗ്രോത്ത് കൊണ്ടുവരാനും സാധിക്കും. സോ ദാറ്റ് ഈസ് കോൾഡ് എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന പോയിന്റ് ആണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഓർഗനൈസേഷൻ പ്രോസസ്സുകളുടെ ഔട്ട്കം ആണ് കാണിക്കുന്നത്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ദ പാറ്റേൺ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്സ് among various levels of management and other personnel of the enterprise. അതായത് ഇതൊരു ഫ്രെയിംവർക്ക് ആണ്. എങ്ങനെയാണ് മാനേജേഴ്സും എംപ്ലോയീസും പെർഫോം ചെയ്യുന്നത്, പല ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ പാറ്റേൺ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ഓർഗനൈസേഷണൽ ചാർട്ട്? ഓർഗനൈസേഷണൽ ചാർട്ട് എന്ന് പറഞ്ഞാൽ അത് ഡയഗ്രമിക്കലി ഉള്ള പ്രസന്റേഷൻ ആണ്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഡയഗ്രാം ആയിട്ട് വരുമ്പോൾ കാണിക്കുന്ന ഒരു പിക്ചറിനെ നമ്മൾ ഓർഗനൈസേഷണൽ ചാർട്ട് എന്ന് നമുക്ക് പറയാം. അതിൽ പല അതോറിറ്റികളിലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കും, സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെയാണ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വരേണ്ടത് എന്നുള്ളത് കാണിക്കും. സോ ദാറ്റ് ഈസ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷണൽ ചാർട്ട്. എന്തൊക്കെയാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ വരുന്ന എലമെന്റ്സുകൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് ജോബ് ഡിസൈൻ. പല ടാസ്കുകളാണല്ലോ, പല ജോബ്സ് പല രീതിയിൽ അണ്ടർടേക്കൻ ചെയ്യേണ്ടത്. സോ ഓരോ ജോബും എങ്ങനെ ആയിരിക്കണം, ഹൗ എ ജോബ് ഷുഡ് ബി അണ്ടർടേക്ഡ്, ഹൗ എ ജോബ് ഷുഡ് ഡിസൈൻ, അതാണ് ജോബ് ഡിസൈനിൽ പറയുന്നത്. വേരിയസ് ടാസ്ക് ടു ബി അക്കംപ്ലിഷ്ഡ് അണ്ടർ ഈച്ച് ജോബ് ആൻഡ് ക്വാളിറ്റീസ്, സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് റിക്വയർഡ് ടു അണ്ടർടേക്ക് ദ ജോബ് specified in job design. സെക്കൻഡ് പോയിന്റ് ആണ് ഡിപ്പാർട്ട്മെന്റേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിപ്പാർട്ട്മെന്റേഷൻ. ഒരു തവണ ജോബ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ സിമിലർ ജോബ്സ് എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്ത് ഒരു ഡിപ്പാർട്ട്മെന്റൽ അണ്ടറിൽ കൊടുക്കും. ആ ഡിപ്പാർട്ട്മെന്റൽ അണ്ടറിൽ കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ഡിപ്പാർട്ട്മെന്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. തേർഡ് പോയിന്റ് ആണ് സ്പാൻ ഓഫ് കൺട്രോൾ ഓർ മാനേജ്മെന്റ്. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബോർഡിനേറ്റ്സിന്റെ വർക്കിംഗ് അണ്ടർ എ സൂപ്പർവൈസർ, അത് എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യുന്നതിനെയാണ്. സ്പാൻ ഓഫ് കൺട്രോൾ ഇസ് ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് എ സൂപ്പർവൈസർ ക്യാൻ എഫക്റ്റീവ്ലി മാനേജ്. ഒരു എ എന്ന് പറഞ്ഞ ഒരു സാറിന്, ഒരു ബോസിന് എത്ര സബോർഡിനേറ്റ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ 5 ആയിരിക്കും, ചിലപ്പോൾ 10 ആയിരിക്കും. അവരുടെ എഫക്റ്റീവ്ലി എത്ര മാനേജ് ചെയ്യാൻ പറ്റും, അതിനാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഇൻക്രീസസ് geometrically with the increased number of subordinates. അപ്പോൾ എത്ര സബോർഡിനേറ്റ്സ് കൂടുന്നോ അതിനനുസരിച്ച് സുപ്പീരിയേഴ്സിന്റെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും. എങ്കിൽ മാത്രമേ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഒരു സുപ്പീരിയറും 1000 സബോർഡിനേറ്റ്സും വന്നു കഴിഞ്ഞാൽ അവിടെ എഫക്റ്റീവ് ആയിട്ടുള്ള കൺട്രോൾ നടക്കത്തില്ല. സോ ആ ടേമിനെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ സബോർഡിനേറ്റ്സിന്റെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കൂടുതൽ ലിമിറ്റ് കൂട്ടിക്കൊടുക്കുക. അതായത് എ എന്ന് പറയുന്ന ബോസിന് കൊടുത്ത ഉത്തരവാദിത്തങ്ങൾ താഴേക്കും കൂടി കുറച്ച് ഉത്തരവാദിത്തങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന പോയിന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറുകളാണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് പൊസിഷൻസ്. ഒരു എന്റർപ്രൈസിലുള്ള പല പൊസിഷൻസ് തമ്മിലുള്ള ബന്ധത്തിനെയാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് 2 കാറ്റഗറീസ്, ഫങ്ഷണൽ ആയിട്ടുള്ള സ്ട്രക്ചറും ഡിവിഷണൽ ആയിട്ടുള്ള സ്ട്രക്ചറും. ഫങ്ഷണൽ സ്ട്രക്ചർ ആൻഡ് ഡിവിഷണൽ സ്ട്രക്ചർ.
ഫസ്റ്റ് പോയിന്റ് നോക്കാം, എന്താണ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഫങ്ഷണൽ സ്ട്രക്ചർ are in which all business activities are divided into various functions. എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസും പല ഫങ്ഷൻസ് ആയിട്ട് വേരിയസ് ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഓരോ ഫങ്ഷൻസും ഓരോ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഓരോ ആക്ടിവിറ്റീസിലെ എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസും പല ഫങ്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ഫങ്ഷൻസിലും ഓരോ സ്പെഷ്യലിസ്റ്റുകളും ഒരു ഡിപ്പാർട്ട്മെന്റൽ മാനേജറും ഒക്കെ ഉണ്ടായിരിക്കും. ഫങ്ഷൻസ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് ആയിട്ട് ക്ലാരിഫൈ ചെയ്ത് കൊടുത്തിരിക്കും, ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കും. ഓൾ ഫങ്ഷണൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഈച്ച് മേജർ ഫങ്ഷൻസ് ഓഫ് ബിസിനസ് കൺസിഡേർഡ് ആസ് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്. എല്ലാ ഫങ്ഷൻസും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റുകളായിട്ടായിരിക്കും കാണുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഒരു റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള ഒരു ഹെഡ് ഉണ്ടായിരിക്കും. അതാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫങ്ഷണൽ സ്ട്രക്ചർ ഇവിടെ കണ്ടോ, എം ഡിയുടെ അണ്ടറിൽ പല ഡിപ്പാർട്ട്മെന്റ്സ്, HR, മാർക്കറ്റിംഗ്, റിസർച്ച്, പർച്ചേസിംഗ്, അവർക്കൊക്കെ ഓരോ ഹെഡുകളും ഉണ്ടായിരിക്കും. അതാണ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഫങ്ഷൻ വൈസ് സ്ട്രക്ചർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഫങ്ഷൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അവിടെ. എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്? വളരെ സിമ്പിൾ ആണ്. ലോജിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഓരോ ഫങ്ഷൻസിനും ഓരോ ഓപ്പറേഷൻസിനും അതിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അവിടെ വന്നിട്ടുണ്ട്. ദെൻ കോർഡിനേഷൻ ആക്ടിവിറ്റീസ്, പല ഡിപ്പാർട്ട്മെന്റിന്റെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്തുള്ള ആക്ടിവിറ്റീസ് അവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്സ് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ്? ഫങ്ഷണൽ സ്ട്രക്ചറിന്റെ ഡിസ്അഡ്വാൻറ്റേജസ്. ഒരു ഓർഗനൈസേഷൻ ഗ്രോ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് ഇത്രയും ഫങ്ഷൻസ് കണ്ടുപിടിക്കുക, അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. ഒരു എൻവയോൺമെന്റ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് അഡാപ്റ്റ് ചെയ്യുന്ന വളരെ സ്ലോലി ആയിരിക്കും. റെസ്പോൺസിബിലിറ്റി ഫോർ പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് മുകളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് മാത്രമായിട്ട് വരുന്ന ഒരു ആക്ടിവിറ്റി അവിടെ വരുന്നുണ്ട്. കോൺഫ്ലിക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റ്സ് വൈസ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടും ഫങ്ഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടും കോൺഫ്ലിക്റ്റ് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ജനറൽ മാനേജേഴ്സിന്റെ ഡെവലപ്മെന്റ് വളരെ കുറവാണ് ഫങ്ഷണൽ സ്ട്രക്ചറിന്റെ. ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എങ്ങനെയുള്ള ഓർഗനൈസേഷനുകളാണ്? വളരെ അത്യാവശ്യം ലാർജ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റുന്ന എന്റർപ്രൈസുകൾക്കൊക്കെ സ്പെഷ്യലൈസേഷൻ വേണ്ട, ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ വേണ്ട എന്റർപ്രൈസുകൾക്ക് ഇത് സ്യൂട്ടബിൾ ആയിട്ട് വരും. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആയിരുന്നു ഡിവിഷണൽ സ്ട്രക്ചർ, അല്ലെങ്കിൽ നമുക്ക് വേറൊരു പേരിട്ട് വിളിക്കാം പ്രോഡക്റ്റ് സ്ട്രക്ചർ. ഡിവിഷണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രോഡക്റ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ബേസ്ഡ് ആണ്. പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാലോ, മറ്റേത് ഫംഗ്ഷൻ ബേസ്ഡ് ആണ്, ഇത് പ്രോഡക്റ്റ് ബേസ്ഡ് ആണ്. ഡിവിഷണൽ സ്ട്രക്ചർ ഈസ് എ ഡിവിഷൻ ഓഫ് ഓർഗനൈസേഷൻ ഓൺ ദ ബേസിസ് ഓഫ് പ്രോഡക്ട്സ്. പ്രോഡക്ട്സ് വെച്ചിട്ടാണ്. സ്ട്രക്ചർ ഓഫ് പ്രോഡക്ട്സ് കം അണ്ടർ സിമിലർ കാറ്റഗറി. ഓരോ സിമിലർ ലെവലിലുള്ള പ്രോഡക്ട്സുകളുടെ അണ്ടർ സിമിലർ കാറ്റഗറിയിൽ വരുന്നു. ആ രീതിയിൽ അതിനെ ഗ്രൂപ്പ് ചെയ്ത് ഡിവൈഡ് ചെയ്യുന്നു. Each division will be under the charge of separate manager. Each division may be subdivided into production, sales, finance and personal activities. ഇവിടെ ഓരോ പ്രോഡക്ട്സിൽ വരുന്നു. ആ പ്രോഡക്ട്സിന്റെ ഓരോ പ്രോഡക്റ്റിന്റെ അണ്ടറിലും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് വരികയാണ്. അല്ലാതെ ജനറൽ ആയിട്ട് മറ്റേ ഫങ്ഷണൽ സ്ട്രക്ചർ പോലെയല്ല. ഇവിടെ മാനേജിംഗ് ഡയറക്ടറിന്റെ അണ്ടറിൽ ഓരോ പ്രോഡക്റ്റുകൾ കൺസിഡർ ചെയ്യുന്നു. കോസ്മെറ്റിക്സ്, ഗാർമെന്റ്സ്, ഫുഡ്വെയർ, സ്കിൻ കെയർ. ഇവിടെ നോക്ക്, ഗാർമെന്റ്സിന്റെ അണ്ടറിൽ തന്നെ HR, മാർക്കറ്റിംഗ്, R&D, പർച്ചേസിംഗ്. ഇതുപോലെ കോസ്മെറ്റിക്സിന്റെ അണ്ടറിലും HR, മാർക്കറ്റിംഗ്, റിസർച്ച്, പർച്ചേസിംഗ് വരും. സ്കിൻ കെയറിന്റെ അണ്ടറിൽ വരും, ഫുഡ്വെയറിന്. അപ്പൊ ഓരോന്നിന്റെ അണ്ടറിലും സെപ്പറേറ്റ് മാനേജറെ വെച്ച് സെപ്പറേറ്റ് രീതിയിൽ ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. പ്രോഡക്റ്റ് ബേസിൽ ഡിവൈഡ് ചെയ്യപ്പെടുകയാണ്. എന്തൊക്കെയാണ് പ്രോഡക്റ്റ് സ്ട്രക്ചറിന്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. കൂടുതൽ എഫിഷ്യൻസി കൊണ്ടുവരും ഓപ്പറേഷൻസിൽ. കാരണം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിവൈഡ് ചെയ്താണ് ഓരോ ആക്ടിവിറ്റീസും ചെയ്യുന്നത്. സോ കൂടുതലായിട്ടുള്ള എഫിഷ്യൻസി എക്കണോമി ഓഫ് ഓപ്പറേഷൻസിൽ കൊണ്ടുവരും. കൂടുതൽ ഫ്രീഡം ഉണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട്. ഡിസിഷൻ മേക്കിംഗ് കുറച്ചും കൂടെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. കാരണം കൂടുതൽ ഹെഡുകളുണ്ട് അവിടെ. അത് മാത്രമല്ല ഇൻഡിവിജ്വൽ അറ്റൻഷൻസ് ഓരോ പ്രോഡക്റ്റിനും കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡിഫറെന്റ് ഫങ്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരുപാട് ഡിവിഷൻ വരികയില്ലേ, അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ വരാം. ഈച്ച് ഡിവിഷൻ വേണമെങ്കിൽ ഓരോ ഓട്ടോണമസ് യൂണിറ്റ് ആയിട്ട് മാറാം. അതുവഴി കോർഡിനേഷൻ കുറയും. അതായത് ഒരു യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ചിലപ്പോൾ കുറയാം. കാരണം ഓരോന്നിൻ്റെ അണ്ടറിലും ഓരോന്ന് വരുമ്പോഴത്തേക്കും ഓരോന്നും ഓരോ ഗ്രൂപ്പായിട്ട് മാറി അവരവരുടേതായ രീതിയിൽ ഓട്ടോണമസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ബിസിനസ്സുകൾക്ക് ഇത് സ്യൂട്ടബിൾ അല്ല, ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്. സോ അതുപോലെ ഇത്തരം ഡിവൈഡ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ ചെറിയ ബിസിനസ്സുകൾക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. അതേപോലെ തന്നെ ദർ മേ ബി അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് പ്ലാൻ കപ്പാസിറ്റി വെൻ ഡിമാൻഡ് ഫോർ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഇസ് ഇൻഅഡിക്വേറ്റ്. ഒരു പ്രോഡക്റ്റ് ചിലപ്പോൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഒരു പ്രോഡക്റ്റിന് അത്രയും ആവശ്യമില്ലെങ്കിൽ നമുക്ക് അണ്ടർ യൂട്ടിലൈസേഷനും ഓവർ യൂട്ടിലൈസേഷനും വരാനുള്ള സാധ്യത ഉണ്ട്. ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ലാർജ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഡിഫറെന്റ് പ്രോഡക്റ്റ് റിസോഴ്സ് ചെയ്യുന്ന ഏരിയാസിനാണ്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ വളരെ വലുതായിട്ടിരിക്കുമ്പോൾ ഒരുപാട് എംപ്ലോയീസ് വേണം, ഡിപ്പാർട്ട്മെന്റ്സ് വേണം, പുതിയ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് വേണം. അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ ഒരു ഡിവിഷണൽ സ്ട്രക്ചർ ഇൻക്ലൂഡ് ചെയ്യപ്പെടാവുന്നതാണ്. ഫൈനലി എന്തൊക്കെയാണ് ഇത് തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം എന്ന് നമുക്ക് ഓവറോൾ ഒന്ന് നോക്കാം. ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഫങ്ഷൻസിനെയാണ്. ഫങ്ഷൻസ് ലൈക്ക് പ്രൊഡക്ഷൻ, ഫിനാൻസ്, സെയിൽസ്. ഡിവിഷണൽ സ്ട്രക്ചർ ചെയ്യുമ്പോൾ കൂടുതൽ പ്രോഡക്ട്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫോക്കസ് ഓൺ പ്രോഡക്ട്സ്. ഫങ്ഷണൽ സ്ട്രക്ചറിൽ ഒക്കുപേഷണൽ സ്പെഷ്യലൈസേഷൻ ആണ്, ജോലി അനുസരിച്ച് കൊടുക്കുന്നു. ഓരോ പ്രൊഡക്റ്റിന്റെ സ്പെഷ്യലൈസേഷൻ ആണ് വരുന്നത്. ഫങ്ഷണലിൽ ഓട്ടോണമി വളരെ കുറവാണ്, ഗ്രൂപ്പായിട്ട് അവർ കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോകും. പക്ഷേ ഡിവിഷണൽ സ്ട്രക്ചറിൽ ഓരോന്നിനും ഓട്ടോണമി ഇൻ ഓപ്പറേഷൻ ഉണ്ട്. ഫങ്ഷണൽ സ്ട്രക്ചർ കുറച്ചും കൂടെ പണം കുറച്ച് കൺസ്യൂം ചെയ്യുന്ന എക്കണോമിക്കലാണ്. ഡിവിഷണൽ സ്ട്രക്ചർ എക്സ്പെൻസീവ് ആണ്. ഫങ്ഷണൽ സ്ട്രക്ചർ സിമ്പിൾ ആണ്, ഡിവിഷണൽ സ്ട്രക്ചർ കോംപ്ലിക്കേറ്റഡ് ആണ്, ബിക്കോസ് മോർ ഡിവിഷൻസ് വരുമ്പോൾ. അതുപോലെ മാത്രമല്ല ഫങ്ഷണൽ സ്ട്രക്ചറിൽ കൺട്രോൾ സിമ്പിൾ ആയിരിക്കും, ഡിവിഷണൽ സ്ട്രക്ചർ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഫങ്ഷണൽ സ്ട്രക്ചറിൽ ഡിപ്പാർട്ട്മെന്റ്സ് ബിറ്റ്വീൻ കോർഡിനേഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ ഡിവിഷണൽ സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം ഡിവിഷൻസ് സംബന്ധിച്ച് പ്രോഡക്റ്റ് തമ്മിലുള്ള കോർഡിനേഷൻ കുറച്ച് സിമ്പിൾ ആണ്.